തുരുമ്പ് പിടിച്ച കമ്പി, മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ അടർന്നു വീഴുന്ന കോൺക്രീറ്റ് ഭാഗങ്ങൾ. ജീവനും പണയം വെച്ചാണ് വൈക്കം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത്. ഇന്നും ഇന്നലെയുമല്ല, 3 വർഷമായി ഇതാണ് സ്ഥിതി. നിലവിലെ കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം കണ്ടെത്തി. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് അതിലേക്ക് മാറണമെങ്കിൽ സാങ്കേതികത്വം ഇനിയും ബാക്കി. ചുരുക്കി പറഞ്ഞാൽ ക്ഷമ വേണം, സമയമെടുക്കുമെന്നതാണ് ലൈൻ. അതുവരെ ജീവനും കയ്യിൽ പിടിച്ച് ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ട കുറേ ജീവിതങ്ങൾ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് ദുർബലമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇനിയും എത്ര കാലം ഇവർക്ക് ഇങ്ങനെ ഇതിനകത്ത് ഇരിക്കണം എന്നുള്ളതാണ് ഒരു വിഷയം. ഏതായാലും ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ, കെട്ടിട ഭാഗങ്ങൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥ തുടർന്നാൽ അവരുടെ ഈ 10-16ഓളം ജീവനക്കാർ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഒന്നും വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വൈക്കം നഗരസഭയുടെ കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ്. മഴക്കാലമാകുന്നതോടെ ജീർണാവസ്ഥയിലായ കെട്ടിടത്തിന് ചുറ്റും വെള്ളക്കെട്ടും രൂക്ഷമാണ്. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന് ഇനി എത്ര കാലം വേണ്ടിവരുമെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. പുതിയ കെട്ടിടം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ തന്നെ. അതിൻ്റെ വാടക ഫിക്സ് ചെയ്ത് കിട്ടാനായിരുന്നു ഇത്രയും കാലം താമസം ഉണ്ടായിരുന്നത്. അനുമതിക്കായിട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കത്ത് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ്റ് ആർ ടി ഒ ഇല്ല. ജോയിൻ്റ് ആർ ടി ഒ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം വന്നതിന് ശേഷം കൂടുതൽ ഫോളോ അപ്പ് ചെയ്ത് മാറാനുള്ള ശ്രമം നടത്തിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. അതിനിടയ്ക്ക് കുറച്ച് സാങ്കേതിക പ്രശ്നം മൂലം ഈ വാടക ഫിക്സ് ചെയ്ത് കിട്ടുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓഫീസ് മാറ്റാനുള്ള നടപടികൾ 2.5 വർഷം മുൻപ് തുടങ്ങിയെന്നാണ് നഗരസഭയുടെ വാദം. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്രയും നാൾ എന്തെടുക്കുകയാണെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. തുരുമ്പ് പിടിച്ച കമ്പി വരെ താഴേക്ക് അടർന്നു വീണു തുടങ്ങി. അടുത്ത ഒറ്റപ്പെട്ട സംഭവത്തിനായുള്ള കാത്തിരിപ്പാണെങ്കിൽ സർക്കാരിന് ഇങ്ങനെയൊക്കെ അങ്ങ് തുടരാം. ജോബിൻ തേക്കണിക്കൊപ്പം ഷിനോദ് അസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.